വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാ. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടല്ലോ. നിങ്ങൾ ആറ്റു നോക്കി കൈ വളരണോ കാല് വളരണോ എന്ന് നോക്കി വളർത്തിയ ഈ പെൺകുട്ടി ഒരു ലഹരിക്കടിമായ ആളെയാണ് കല്യാണം കഴിച്ച് വീട്ടിൽ ചെല്ലുന്നതെങ്കിൽ ഇവന് ലഹരി കിട്ടാത്ത സമയത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഇവളുടെ സ്വർണ്ണം ഊരിക്കണ്ട് ഇവൻ കൊണ്ടുപോകണേ, വിത്തി കാശാക്കി. അതുകൊണ്ട് ലഹരി വാങ്ങി ഇവൻ അർമാദിക്കാണ്. എന്നിട്ടോ എത്ര ഉണ്ടാവും ഒരു കുട്ടിക്ക്, എത്ര സ്വർണ്ണം ഉണ്ടാവും? ഈ സ്വർണം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കഴിയുന്നതോടെ എന്താ ചെയ്യാ? കുനിച്ച് നിർത്തിയിടിക്കും. എത്രയോ കേസ് ഈ അടുത്ത കാലത്തായി നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഈ കുനിച്ച് നിർത്തി ഇടിക്കുമെന്നുള്ളത് അങ്ങനെ സാധാരണഗതിയിൽ കണ്ടാ പോരാ, ഇവര് തല്ലി അവശരാക്കും പെൺകുട്ടികളെ. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരിൽ എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ഫിറ്റ്നസും എയ്ഡ്സ് പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെടുന്ന പുതിയൊരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരേണ്ടത് വളരെയധികം അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. സ്വന്തം മക്കളെ പെൺമക്കളെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാൻ മതി എന്നാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. അതല്ല, അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ട്, മാതാപിതാക്കളോട് പറയുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ വന്നു കയറുന്ന പുയ്യാപ്പിളക്ക് ലഹരി ഉപയോഗം ഇല്ല എന്നോ മാറാരോഗങ്ങൾ ഇല്ല എന്നും ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അത് ആവശ്യപ്പെടണം. അവർ സൗകര്യം നീ തരട്ടെ, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ നമ്മുടെ കുട്ടിയെ അയച്ചു കൊടുക്കുന്നില്ല. സിമ്പിൾ. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പൊയ്ത്തുംകടവിൽ 20 വയസ്സുള്ള ഫാത്തിമ റിസ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇവരുടെ ആത്മഹത്യയെ തുടർന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, അതായത് ഫാത്തിമ റിസയുടെ മാതാപിതാക്കൾ, ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 28-നായിരുന്നു കണ്ണൂർ വളപട്ടണം സ്വദേശിയായ ഫാത്തിമ റിസയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മുണ്ടേരിമുട്ട മായൻമുക്ക് സ്വദേശി ആസിഫിൽ നിന്ന് ക്രൂരമായി നേരിടേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനം നൊന്താണ് റിസ ആത്മഹത്യ ചെയ്തത് എന്നാണ് റിസയുടെ വീട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം. ഭർത്താവിന്റെ മാനസികമായിട്ടുള്ള പീഡനവും ഭയങ്കരമായ പീഡനവും കല്യാണം കഴിഞ്ഞ ശേഷം മുതലേ പീഡനം ഉണ്ടെന്നാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെങ്ങായിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ ഈ പെൺകുട്ടി അനുഭവിച്ചു തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ മാർച്ച് മാസത്തോടെ ഇരുവരും വിദേശത്തേക്ക് പോവാണ്. അതായത് ആസിഫ്, നമുക്കറിയാം ഈ കുട്ടിയുടെ പിയാപ്പിളായ ആസിഫ് ഒരു പ്രവാസിയാണ്. എന്നാൽ വിദേശത്ത് എത്തിയോടുകൂടി എന്തായെന്നറിയാം നിങ്ങൾ, ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായി. അതിന് ഈ ബന്ധുക്കൾ പറയുന്ന കാരണം എന്താണോ, വിദേശത്ത് വെച്ച് ഈ ആസിഫ് എന്ന പിയാപ്പിള ലഹരി ഉപയോഗിക്കുന്നത് ഈ കുട്ടി കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ശേഷമാണ് ഇവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇക്കാര്യങ്ങളെ കുറിച്ച്, അതായത് ലഹരി ഉപയോഗത്തെ കുറിച്ച് ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി ഇവനെതിരെ. അതുവരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ എന്താ നടക്കുക? ശാരീരിക പീഡനം. അത് തന്നെയാണ് വിദേശത്ത് വെച്ച് ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തായാലും ഈ കുട്ടി നിരന്തരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ പുയ്യാപ്പിളായ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ നിരന്തരമായിട്ട് അനുഭവിച്ചിരുന്നു. എന്നാൽ ഈ കുട്ടി ഈ വിവരങ്ങളൊന്നും, ഈ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒന്നും തന്നെ ഇവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ പ്രധാന കാരണമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, ഈ കുട്ടിയുടെ പിതാവ്, അതായത് ഫാത്തിമ റിസ എന്ന ഈ 20 വയസ്സുകാരുടെ പിതാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി മകൾക്ക് ഇത്തരം ഒരു കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നത് വിവാഹത്തിനെ തുടർന്ന് എന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളാകുമോ എന്ന് ഭയന്നിട്ടാണ് ഈ കുട്ടി ഒന്നും വീട്ടിൽ പറയാനേ. അതേസമയം ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും പീഡനങ്ങളും എന്താണെന്ന് ഈ കുട്ടി അവരുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഓഡിയോ വന്നിട്ടുണ്ട്, അതൊന്നും കേൾക്കാം. ഭാഗമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാ. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കാൻ. ഒക്കെ ഞാൻ നിൽക്കാൻ കഴിയുന്നില്ല. കേട്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിക്കുക. ആ കുട്ടി എന്തുമാത്രം, കേവലം 20 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം, എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ. നിങ്ങളൊന്ന് ആലോചിക്കുക, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 മാസം മാത്രമായത്. അപ്പോഴേക്കും ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ലാന്നേ, ഇതിനു മുമ്പ് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഈ കുട്ടി കൈയിന്റെ ഞരമ്പ് കട്ടിയിട്ടിട്ട് ഒരു ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഈ ഭർത്താവിന്റെ വീട്ടുകാർ എന്താ ചെയ്ത് കാര്യങ്ങള്, ഇത് ചുറ്റുവട്ടത്തൊന്നും അറിയാതെ, കുടുംബത്തിലൊന്നും അറിയാതെ ഈ സംഗതി മൂടി വെച്ചു. ഗുരുതരമായിട്ടുള്ള തെറ്റാണത്. അവരെന്തിനാ അത് മൂടി വെച്ചത്? ചിലപ്പം പുറത്തിറങ്ങിയാലും നാണക്കേട് കൊണ്ടായിരിക്കാം. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവമോ അല്ലാതെയുമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. ഇത്തരം കാര്യങ്ങളൊന്നും മൂടി വെക്കരുത്. ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പറയണ്ടേ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമവശങ്ങൾ തേടണ്ടേ. പക്ഷെ ഇവർ ഈ സംഗതി മൂടി വെച്ചു.
അതേസമയം ഈ കുട്ടിയുടെ പിയാപ്പിള ഉണ്ടല്ലോ ആസിഫ് പറഞ്ഞ, അയാളുടെ ഉപ്പ ഈ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. അവള് ഞങ്ങൾക്ക് മോളെപ്പോലെയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, ഏത് മരിച്ചു കഴിഞ്ഞിട്ട്. അതുവരെ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. ചിലപ്പോൾ അയാൾ പറഞ്ഞ സത്യമായിരിക്കും. എന്തായാലും മലയാളം വോയിസ് കൂടി വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഇതുവരെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ കൊറേ വാട്സപ്പുകാർ ഇങ്ങനെ അടിച്ചു വിടലാണല്ലോ സംഭവം. ഇതിലൊരു സത്യമില്ല, നമുക്ക് ഒരു ഇതുമില്ല. കാരണം അത്രയും നല്ല മോള നമ്മളോടെല്ലാം അങ്ങനെ കളിക്കുന്ന ഒരു ഇതുമില്ല. അല്ലെങ്കിൽ അന്ന് മരിക്കുന്ന അന്ന് വൈകുന്നേരം എന്റെ മൂത്ത മോന്റെ ഭാര്യന്റെ ഉപ്പയും ഭാര്യന്റെ ഉമ്മയും ആടെ പോയിട്ട് സംസാരിച്ച ഇവരെ കണ്ടിട്ടെല്ലാം വന്നു. ഈ കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതും സുഹൃത്തുക്കൾക്ക് ഈ കുട്ടി അയച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കേട്ടില്ലേ വോയിസ്. അതൊക്കെ പരിശോധിച്ച ശേഷം വളപട്ടണം പോലീസ് അന്വേഷണം വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി ആസിഫിനെതിരെ ഗാർഹിക പീഡന കുറ്റവും ആത്മഹത്യാ പ്രേരണ കുറ്റവും ഇതിനോടകം തന്നെ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. എന്താണെന്നറിയോ? അതായത് ഈ കുട്ടി മരണപ്പെട്ടു എന്നറിഞ്ഞ് നാട്ടിലേക്ക് വന്ന പുയ്യാപ്ല മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞതോടുകൂടി ഉടനെ സ്ഥലം വിട്ടു. അത് സ്വാഭാവികമായിട്ടും ആളുകളിൽ സംശയിക്കുന്നുണ്ടാവും. അയാൾ ഒരു പക്ഷെ കേസിനെ ഭയന്നുകൊണ്ടായിരിക്കും സ്ഥലം വിട്ടത്. എവിടെ പോയി ഒളിച്ചാൽ എന്റെ പൊന്നു മോനെ, നിന്നെ കേരള പോലീസ് പൊക്കും. നിന്നെക്കാൾ വലിയവരൊക്കെ പൊക്കിയിട്ടുണ്ട്, നിന്നെയും പൊക്കും. നീ തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തിനാ മുങ്ങുന്നതെന്ന്? എന്തിനു മുങ്ങി? അതൊരു ചോദ്യം തന്നെയല്ലേ. ഇനിയിപ്പോ നീ തെറ്റുകാരനെല്ലാം തന്നെ നോക്ക്. നീ ഇങ്ങനെ മുങ്ങിയ സ്ഥിതിക്ക് ആളുകൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിന്നിൽ സംശയം വർദ്ധിക്കുള്ളൂ. ഇതുപോലൊരു മരമണ്ടൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഭാര്യയുടെ മരണാനന്തര കർമ്മങ്ങൾ കഴിയുന്നതോടുകൂടി ഇവൻ സ്ഥലം വിട്ടു. എവിടേക്കായി സ്ഥലം വിടുന്നത്? ദുബായിലേക്കോ? ഇനി അങ്ങേ അറ്റം പോയാൽ സൗദി അറേബ്യ വരെ പോവും. അതിന്റെ അപ്പുറം എവിടെ പോവും? അപ്പൊ ഈ മുങ്ങൽ എന്തായാലും ലോക മണ്ടത്തരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഥവാ അവിടെ ഒഴിവാക്കാനാവാത്ത ജോലി ഉണ്ടോ? എന്തായാലും അന്വേഷണ സംഘം ഇയാളെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള കടുത്ത ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇയാളെ അന്വേഷണ സംഘം നാട്ടിലെത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ്. ഈ പെൺകുട്ടികളുടെ വിവാഹത്തിന് വളരെയധികം ജാഗ്രത വേണ്ട ഒരു സമയമാണ് നമ്മുടെ നാട്ടിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റികളുണ്ടല്ലോ, ഇവരും മതസ്ഥാപനങ്ങൾ, ഏത് മതത്തിന്റെ സ്ഥാപനങ്ങളാവട്ടെ, ഇത്തരം ആളുകളൊക്കെ ഇതിൽ കർശനമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള വിവാഹാലോചന സമയത്ത് വരൻ വിവാഹത്തിന് വരുന്ന പുയ്യാപ്പിളക്കോ അല്ലെങ്കിൽ പെൺകുട്ടിക്കാണെങ്കിൽ പെൺകുട്ടിക്കോ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി ഉപയോഗം ഇല്ല എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുണ്ടല്ലോ, ഇവര് കുടുംബത്തിലുണ്ടാക്കുന്ന മാനസിക ആഘാതം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. നിങ്ങൾ ആറ്റു നോക്കി കൈ വളരണോ കാല് വളരണോ എന്ന് നോക്കി വളർത്തിയ ഈ പെൺകുട്ടി ഒരു ലഹരിക്ക് അടിമയായ ആളെയാണ് കല്യാണം കഴിച്ച് വീട്ടിൽ ചെല്ലുന്നതെങ്കിൽ ഇവന് ലഹരി കിട്ടാത്ത സമയത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഇവളുടെ സ്വർണ്ണം ഊരിക്കണ്ട് ഇവൻ കൊണ്ടുപോവാണ്, വിറ്റി കാശാക്കി. അതുകൊണ്ട് ലഹരി വാങ്ങി ഇവൻ അർമാദിക്കാണ്. എന്നിട്ടോ എത്ര ഉണ്ടാവും? ഒരു കുട്ടിക്ക് എത്ര സ്വർണം ഉണ്ടാവും? ഈ സ്വർണം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കഴിയുന്നതോടെ എന്താ ചെയ്യാ? കുനിച്ച് നിർത്തിയിടിക്കും. എത്രയോ കേസ് ഈ അടുത്ത കാലത്തായി നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഈ കുനിച്ച് നിർത്തി ഇടിക്കുമെന്നുള്ളത് അങ്ങനെ സാധാരണഗതിയിൽ കണ്ടാ പോരാ. ഇവര് തല്ലി അവശരാക്കും പെൺകുട്ടികളെ. ഏത് പെൺകുട്ടികളെ? നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ആരംഭിച്ച് പുന്നാരിച്ച് വലിയ രീതിയിൽ പഠിപ്പിച്ച് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ കുട്ടിക്ക് സ്വർണവും വാങ്ങിച്ചു കൊടുത്ത് വളരെ വലിയൊരു പ്രതീക്ഷയോടെ ഒരുത്തന്റെ ഒപ്പം പറഞ്ഞയച്ചതാ. ഓന്റെ പേരെന്നാണ് ഈ കുട്ടിക്ക് അനുഭവം. മാത്രമല്ല മറ്റൊരു പ്രശ്നം എന്താ? ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരിൽ എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ കർണാടകയിൽ ഇത്തരം പരിശോധനയൊക്കെ വളരെയധികം കർശനമാക്കി എന്നൊക്കെ. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ രോഗം എയ്ഡ്സ് പോലുള്ള മാറാ രോഗങ്ങൾ പതിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ഫിറ്റ്നസും എയ്ഡ്സ് പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെടുന്ന പുതിയൊരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരേണ്ടത് വളരെയധികം അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളണ്ട. ഒരു പുതിയ മാറ്റം ഇത്തരത്തിൽ തന്നെയാണ് വരിക. ഇത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഇത്തരം മാറ്റങ്ങൾക്കൊന്നും ആളുകൾ ആരും ചെവി കൊടുക്കുന്നില്ല. സ്വന്തം മക്കളെ പെൺമക്കളെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കിയാൽ മതി എന്നാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. അതല്ല, അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. മാതാപിതാക്കളോടാ പറയുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ വന്നു കയറുന്ന പുയ്യാപ്പിളക്ക് ലഹരി ഉപയോഗം ഇല്ല എന്നോ
മാറാരോഗങ്ങൾ ഇല്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അത് ആവശ്യപ്പെടണം. അവർ സൗകര്യം നീ തരട്ടേന്ന്, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ നമ്മുടെ കുട്ടിനെ അയക്ക് കൊടുക്കുന്നില്ല. സിമ്പിൾ. ഒരു പുതിയ പ്രവണത, ഇത്തരത്തിലൊരു പുതിയ സംസ്കാരം വിവാഹത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഉടനടി വളർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പറയാനുള്ളത് നാട്ടിലുള്ള മഹല്ലി കമ്മിറ്റിക്കാരോടാണ്. നിങ്ങളിങ്ങനെ പള്ളിന്റെ സെക്രട്ടറി ആണ്, ജനറൽ സെക്രട്ടറി ആണ്, പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് വെള്ളിയിട്ട് തൊപ്പിയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സുജായിമാരായി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ മഹലിനോടും ആ മഹലിന്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അവരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ മാറി നിൽക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഒരു മഹലിൽ ഒരു വിവാഹം നടക്കുമ്പോൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ കയറി വരുന്ന പുയ്യാപ്ല മെഡിക്കലി ഫിറ്റ് ആണെന്നും ലഹരിക്ക് അടിമയല്ല എന്നും ഉറപ്പിക്കേണ്ട ബാധ്യത ഈ മഹല്ലുകൾക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മഹല്ലുകളിൽ ഇത്തരം ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്ര പെൺകുട്ടികളാണ്, എത്ര ആളുകളാണ് ഇത്തരത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മരണപ്പെടുന്നത്. ഇനി ഈ പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഉണരാനായിട്ടില്ലേ? പള്ളി കമ്മിറ്റികൾ ഇത്തരം ഒരു സംവിധാനം മുന്നോട്ട് വെച്ചാൽ നാട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വരുന്ന ആളുകളെ പറ്റിയുള്ള ചില സംശയങ്ങളൊക്കെ ഒരു പരിധി വരെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതുവഴി അറിഞ്ഞുകൊണ്ട് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരുത്തന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം നമുക്ക് ഒഴിവാക്കിക്കൂടെ? രക്ഷിതാക്കളോടായി ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു പെൺകുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ ഇവളെ എങ്ങനെങ്കിലും ആരെങ്കിലും തല കെട്ടിവെച്ച് തലേന്ന് ഭാരം ഇറക്കി വെക്കണം എന്നുള്ള ചിന്തയ്ക്ക് രക്ഷിതാക്കൾ മാറ്റിവെക്കേണ്ട കാലം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. 18 വയസ്സായ പെൺകുട്ടിയെ കെട്ടിച്ചു വിടണമെന്ന് ഈ നാട്ടിൽ ഒരു നിർബന്ധവുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. സ്വയം പര്യാപ്തമാവാൻ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. അവരെ സ്വയം പര്യാപ്തരാക്കണം. അതിനുശേഷം അവർക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്? നിങ്ങളുടെ അന്തസ്സിന് വേണ്ടി ഒരു കുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്തിനാണ് നടക്കുന്നത്? എന്തിനാണ് 18 വയസ്സിലൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നത്? അവര് പഠിക്കട്ടെന്നേ. നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ ജാട പറയാനായിട്ട് നിങ്ങളെ പെൺകുട്ടികളുടെ ജീവിതമാണോ ബലി കൊടുക്കുന്നത്? പെൺകുട്ടികളെ പഠിപ്പിക്കണം, എല്ലാവരെയും പഠിപ്പിക്കണം. പെൺകുട്ടികളെ വളരെയധികം പഠിപ്പിക്കണം. എന്തുകൊണ്ട്? അവർ സ്വയം പര്യാപ്തരാവേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതിനുശേഷം അവരെ വിവാഹം കഴിച്ചയക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇനിയിപ്പോ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എന്തിനാണ് ആ കുട്ടിനെ നിർബന്ധിക്കുന്നത്? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ കഴിക്കണ്ട. ഒരു പെൺകുട്ടി ഈ നാട്ടിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നാളെ സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. ഒന്നും സംഭവിക്കല്ല ഇവിടെ. അതുകൊണ്ട് മാതാപിതാക്കൾ ദയവ് ചെയ്ത് നിർബന്ധിച്ച് കുട്ടികളെ കെട്ടിക്കുന്ന സാഹചര്യം, 18 വയസ്സിലൊക്കെ കെട്ടിക്കുന്ന സാഹചര്യം ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാവേണ്ടതുണ്ട്. കുട്ടികൾ പഠിക്കട്ടെന്ന്. എന്തിനാണ് സ്വന്തം മക്കളെ എങ്ങനെ കൊല കൊടുക്കുന്നത്? 18 വയസ്സാകുമ്പോഴേക്കും കെട്ടിക്കണം എന്നുള്ള രക്ഷിതാക്കളുടെ ഈ നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, പലപ്പോഴും പല ആത്മഹത്യകൾക്കും പല പെൺകുട്ടികളുടെയും ആത്മഹത്യകൾക്കും പ്രധാന കാരണം ഈ നിർബന്ധ ബുദ്ധി തന്നെയാണ്. ആളുകളുടെ ഇടയിൽ ജാട കാണിക്കാൻ അന്തസ് കാണിക്കാൻ കുട്ടികളെ 18 വയസ്സിൽ തന്നെ കെട്ടിച്ചു വിട്ട് സ്വന്തം തലയിലെ ഭാരം മറ്റൊരുവന്റെ തലയിൽ കെട്ടിവെച്ച് പെൺകുട്ടികളെ ഒഴിവാക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇതൊക്കെ അവസാനിപ്പിക്കണം. പെൺകുട്ടികൾ ഒരു ഭാരമായിട്ട് പെൺകുട്ടികളെ നിങ്ങൾ കാണരുത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടിയോട് പറയാനുള്ള എന്താ അറിയോ? നിങ്ങൾ ധൈര്യമുള്ളവരാവുക, നിങ്ങൾ സ്വയം പര്യാപ്തരാകുക, നിങ്ങൾ നന്നായി പഠിക്കുക, നല്ല ജോലി നേടുക. ഇനി അഥവാ കല്യാണം കഴിച്ചു ചെല്ലുന്ന പുയ്യാപ്ല ലഹരിക്ക് അടിമയാണെന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം, അയ്യോ നാട്ടുകാർ കേട്ടാൽ എന്ത് വിചാരിക്കും, വീട്ടുകാർ കേട്ടാൽ എന്റെ മാനം പോകുമല്ലോ, അയൽവാസികൾ കേട്ടാൽ എന്റെ മാനം പോകുമല്ലോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. പകരം അത്തരം ചിന്തകളൊക്കെ എടുത്ത് തോട്ടിലിറങ്ങിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം. എന്തിനാണ് ഒരു റിസ്ക് എടുത്തിട്ട്? ലൈഫിന് തന്നെ ത്രെട്ടനാണ്. അങ്ങനെ ബന്ധത്തിൽ നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ ഉള്ള ആളാന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വൈകരുത്, ഉടനടി ഡിവോഴ്സ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നേ. ഇതുപോലെ കിളി പറന്ന് നടക്കുന്നവനൊക്കെ സഹിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് എന്താണുള്ളത്? അവൻ കിളി മേടിച്ചങ്ങനെ നടക്കട്ടെ ചാവോളം, അത് നിങ്ങൾ സഹിക്കണോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബെറ്ററാക്കുന്നേ. ഇത്തരം കിളിയും കുളിയൊന്നും ഇല്ലാത്തവരെ ചവിട്ടി പുറത്താക്കുന്നേ. നിങ്ങളെ കരിയറിൽ ഫോക്കസ് ചെയ്യൂ. അല്ലാതെ ഈ അന്തവും കൊന്തവും രാവും പകലും ഇല്ലാതെ ബോധമില്ലാതെ നടക്കുന്ന ഇവന്റെ കൂടെ കാലകാലം നിങ്ങൾ ജീവിക്കണോ? അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്? ഈ ഇതൊക്കെ സഹിച്ച് നിങ്ങൾ ജീവിതം വലിയ വിജയമാവുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഓർത്തോ, ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതിന്റെ കേവലം ആരംഭം മാത്രമാണത്. മിണ്ടാതിരുന്നത് കൊണ്ടോ മൗനം പാലിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ മാറിയിട്ടില്ല. നിങ്ങൾ ശക്തമായി എവിടൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ശക്തമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അകറ്റി നിർത്തേണ്ടവനെ, ഡിവോഴ്സ് ചെയ്യേണ്ടവനെ ഒരു മടിയും ഒരു ദയം കൂടാതെ നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും വലുത്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെ യാതൊരു സെന്റിമെന്റ്സും ഇല്ല. അതിനെ ബ്രേക്ക് ചെയ്യുന്ന, അതിനെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയും നിങ്ങൾ വെച്ച് പൊറപ്പിക്കരുത്. ചവിട്ടി പുറത്താക്കിക്കോണം. എന്തിനാ ഇതിനൊക്കെ സഹിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ രക്ഷിതാക്കളും പെൺകുട്ടികളും നാട്ടിലെ മഹല്ല് കമ്മിറ്റികളൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പുതിയൊരു വിവാഹ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഞാൻ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് ആ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. മഹല്ല് കമ്മിറ്റി മാത്രമല്ല, അത് മതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവല്ലോ, ഇവരുടെ എല്ലാവരും ഉത്തരവാദിത്തമാണത്. അവരത് കൃത്യമായിട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത്തരം വാർത്തകൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു സങ്കടം. ഇത് ഇവിടെ അവസാനിക്കൂല. ഇത്തരം കിളി പോയവന്മാർക്കൊന്നും പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കരുതെന്ന്. ഇവനൊന്നും പെണ്ണ് കെട്ടണ്ടാന്നേ. ഇവ ചാവുകളും കിളി പോയി നടക്കട്ടെ, നമുക്കെന്ത്? പെൺകുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത പിന്തുണ നമ്മൾ വളരെ വിനീതമായ മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നത്.